വിതറുന്നേ തിളങ്ങും കാൽച്ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേരിടാം വേരറിവുണരുവി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ പാരിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം പുതു പുതു നാം ഉണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേരിടാം വേരറിവുണരുവി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ പാരിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുവായി പാരിവാ പാരിവാ വിദ്യാലോകം നേടിടാ പാലൊളി വിതറുന്നേ തിളങ്ങും കാൽച്ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ. We welcome everyone to this beautiful day with lots of joy and love. ഈ ദിനം ഈശ്വരാനുഗ്രഹത്താൽ നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ബിൻസി വേദിയിൽ ഭക്തി നിർഭരമായ പ്രധാന നിമിഷങ്ങൾക്കായി നമുക്കൊരുങ്ങാം. ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ, അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഈ പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിക്കുന്ന ഈ ദിനത്തിൽ കഴിഞ്ഞൊരു അധ്യയന വർഷത്തിൽ നിങ്ങളുടെ കൊച്ചു വിദ്യാലയത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക്, കൈവരിച്ച നേട്ടങ്ങൾക്ക്, സ്വന്തമാക്കാൻ ലഭിച്ച അനുമാനങ്ങൾക്ക് കൃതജ്ഞതയോടെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നല്ല ദൈവമേ, ജ്ഞാനത്തിന്റെ മുത്തുകൾ, അറിവിന്റെ നിറമാലിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നേകുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അങ്ങ് പ്രദാനം ചെയ്യണമേ. പുത്തൻ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് കയറി വന്ന് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി വീടിനും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും നന്മയുടെ പ്രതിരൂപങ്ങളായി മാറുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. Now our head mistress, Reverend Sister Gislet, welcomes everyone to this auspicious occasion. Sister, please. പതിയും നമ്മുടെ ശാസ്ത്രജ്ഞനുമായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാമിന്റെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്: അറിവ് നിങ്ങളെ ശക്തരാക്കും. വിദ്യാഭ്യാസം എന്നത് വെറും ഒരു തൊഴിൽ നേടാനുള്ള മാർഗമല്ല, അത് സ്വഭാവ രൂപീകരണത്തിനുള്ള ഉപാധിയാണ്. നമ്മുടെ ഈ സ്കൂൾ പ്രവേശനോത്സവ ദിനം
കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിലെ ഒരു ഏറ്റവും മനോഹരവും പ്രധാനപ്പെട്ടതുമായ ഒരു നാഴികക്കല്ലാണ്. സ്കൂൾ എന്ന് പറയുന്നത് വെറും ഒരു പഠന സ്ഥലം മാത്രമല്ല. പുതിയ കൂട്ടുകാരെ കണ്ടെത്താനും കഥകൾ പറയാനും കളിക്കാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും അനുഭവിച്ചറിയാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു ഇടമാണ്. ശരിക്കും നമ്മുടെ വിദ്യാലയം ഒരു മാന്ത്രിക ഇടമാണ്. അധ്യാപകർ ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടുകാരാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരോടും തുറന്നു പറയും. അപ്പൊ ഈ ഒരു വർഷം ഇത്തരത്തില് ഏറ്റവും അനുഗ്രഹീതപ്രദമാകട്ടെ എന്ന ഒരു ആശംസയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ള എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. Our Panchayat President Srimati Jaya Radhakrishnan Madam to inaugurate this ceremony and wish the newcomers. എല്ലാവർക്കും പ്രവേശനോത്സവത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ സമയം അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ പ്രവേശനോത്സവം നടക്കുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് അതേപോലെ തന്നെ നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചൊക്കെ മാനസികമായ സമ്മർദ്ദം അതേപോലെ തന്നെ ഒപ്പം തന്നെ സന്തോഷത്തിൻ്റെയും കൂടി ഒരു ദിവസമാണ്. കുഞ്ഞുമക്കൾ ഇന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾക്ക് അവരെ എങ്ങനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുള്ള ഒരു സങ്കടമുണ്ട്. അതേപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ച് അവരെ ഒന്ന് അവരുടെ രീതിയിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു പിരിമുറുക്കം മാനസിക സമ്മർദ്ദമുണ്ട്. അതിനേക്കാൾ ഉപരി അവരെല്ലാം നല്ല രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സന്തോഷവുമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോൾ അവരെ കുറച്ച് സമയം അവരുടെ വിശേഷങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. നമുക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. രണ്ടാമത് നമുക്ക് സമാധാനമായ ഒരു സാഹചര്യമുള്ളത് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം സന്തോഷകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകണം. ആ വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെയും സുരക്ഷിതത്വം ഉറപ്പാണ്. അപ്പോൾ രണ്ട് മാതാപിതാക്കളും അധ്യാപകരും ഒപ്പം ഒരേപോലെ കൈകോർത്ത് നിന്നാൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാവുകയുള്ളൂ. അതിന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊന്നും ചെറുതായിരുന്നപ്പോൾ എടുത്ത ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. നമ്മളൊക്കെ അന്ന് നടന്നു വന്നിരുന്നുവെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലേക്ക് വരുന്നത് ബസ്സിലാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. നല്ല മക്കളായി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ല മക്കളായി ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി, വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയം. ഈ വർഷം ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളില് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ഈ വർഷം ഒരു പ്രത്യേകത എന്താന്ന് പറയട്ടെ? ശ്രദ്ധിക്കുക, ആരും കരയുന്നില്ല കേട്ടാ. ഒരു കുട്ടി പോലും ഇവിടെ കരയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്കൂള് കുട്ടികൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ? എന്തൊക്കെ കയ്യില് ബലൂണ്, പൂക്കള്, ഇങ്ങനെ മനോഹരമായിട്ട് ഇന്ന് കേരളത്തില് 42 ലക്ഷം കുട്ടികളാണ് സ്കൂളുകളിൽ പ്രവേശിക്കുന്നത്, സ്കൂളിൽ പോകുന്നത്. 42 ലക്ഷം. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂളിൽ എന്തൊരു ഹാപ്പിയാണ് നിങ്ങൾ അല്ലേ? നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ സ്കൂളിൽ. നിങ്ങൾ വരുമ്പോൾ തന്നെ ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ മനോഹരമായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും കൊതിയാകുന്നുണ്ടാകും ഇനി ഒരു സ്കൂൾ കാലം വരാൻ. കാരണം എന്താ? നമ്മൾ പഠിച്ച സ്കൂൾ കാലമൊക്കെ അടിയുടെയും വടിയുടെയും കാലമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാ? പൂക്കളും ബലൂണും ഒത്തിരി സ്നേഹവും ഒത്തിരി സന്തോഷവും കൊടുക്കുന്ന കാലമാണ്. സ്നേഹം കൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിക്കുക. നമുക്ക് മനസ്സിലായി
അടികൊണ്ടോ വടികൊണ്ടോ അല്ല കുട്ടികളെ തിരുത്തേണ്ടത്, സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടുമാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വാത്സല്യവും സ്നേഹവും സന്തോഷവും കൊടുക്കുന്ന ഞാൻ മറ്റൊരു ഭിക്ഷക്കാരന്റെ പടം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പഠിച്ച് മിടുക്കരായി മാറിയാൽ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ പാവപ്പെട്ട ഭിക്ഷക്കാരെ ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ശൈലി തന്നെ മാറി പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും നോക്കിക്കാണുവാനും എല്ലാത്തിനെയും കാണുവാനും സാധിക്കട്ടെ. ഇത്രമാത്രം ശ്രദ്ധ ഈ അഡ്മിനിസ്ട്രേഷനിലുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും ഇവിടുത്തെ അധ്യാപന കാര്യങ്ങളിലും ഈ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പഠനം അതിഗംഭീരമായി മാറട്ടെ. പ്രവേശനോത്സവം ഈ സ്കൂളിലും ഒത്തിരി അഭിവൃദ്ധി ഉയർച്ച ഇനിയും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങള്, ടീച്ചേഴ്സിന് അഭിനന്ദനങ്ങള്, മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങള്. എല്ലാം ദൈവാനുഗ്രഹം നിറഞ്ഞതായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും. പിതൃവാത്സല്യം നിറഞ്ഞ അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അതോടൊപ്പം ഈ കോക്കുന്ന പ്രദേശത്തിന് അതിമനോഹരമായ ഒരു ആരാധനാലയം സമ്മാനിക്കാൻ നല്ല നേതൃത്വം നൽകിയതിൽ അച്ഛനെ NMC-LPS വട്ടേക്കാട് കുടുംബത്തിന്റെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. Now the school manager, Reverend Sister Stenia Joseph, greeting the newcomers. Then the manager sister lights the Akshara Deepam on the learning kit that the school presented to the newcomers. ജൂൺ മാസവും വളരെ ആകാംക്ഷ നിറഞ്ഞതും പ്രത്യേകത നിറഞ്ഞതുമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഓരോ വിദ്യാലയത്തിലേക്കും കുഞ്ഞുങ്ങളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് എല്ലാ മാതാപിതാക്കളും ഭയങ്കരമായിട്ട് ഒരുക്കമാണ്. ഒരു ടെൻഷൻ സെന്ററുടെ ഒരുക്കമാണ് മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും. കടകൾ ഒരുങ്ങുന്നു, മാതാപിതാക്കൾ ഒരുങ്ങുന്നു. ഇനി വിദ്യാലയത്തിലേക്ക് കടന്നു നിങ്ങൾ കണ്ടു, വളരെ മനോഹരമായിട്ട് നമ്മുടെ വിദ്യാലയം അലങ്കരിച്ചിരിക്കുന്നു നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഓരോ വിദ്യാലയത്തിലെ അധ്യാപകര്, അതിനോടനുസരിച്ച് മറ്റ് സ്റ്റാഫ് അംഗങ്ങള്, ഇവരെല്ലാവരും നന്നായിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തെ ഈ 2026-27 അധ്യയന വർഷത്തിന്റെ തുടക്കം നമ്മൾ നടത്തുമ്പോൾ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് നവാഗതരായ കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിമിത്തമാകുന്ന ഒരു മനോഹര വിദ്യാലയമാണ് ഈ ഒരു വിദ്യാലയം എന്ന് എനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഉറപ്പിച്ചു പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട ഓരോ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണെന്ന് പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയൊരു സന്ദേശത്തിൽ പറഞ്ഞ കാര്യം എന്നെ വളരെയേറെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പഠനം എന്നത് പുസ്തകങ്ങളിലൂടെ നേടുന്നതോ വായിച്ചു നേടുന്നതോ ആയ അറിവുകൾ മാത്രമാകരുത്. ചുറ്റുപാടും നോക്കണം, പരിസരം കാണണം, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കണമെന്ന തോന്നൽ ഉള്ളിലുണ്ടാവണം. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അവരെ സഹായിക്കണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നണം. സ്നേഹം, ദയ, കരുണ, പരസ്പര ബഹുമാനം തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങളും ഗുണങ്ങളും പുസ്തകങ്ങൾക്ക് പുറത്തു നിന്ന് നമ്മൾ പഠിക്കണം. ലക്ഷ്യബോധവും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും നമുക്കുണ്ടാകണം. എന്തു തന്നെയായാലും നാം ആയിരിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കേണ്ട, സ്വന്തമാക്കേണ്ട ഒരുപാട് നന്മകള്, ഗുണങ്ങള്, ഇതൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് ആഹ്വാനം ചെയ്തത്. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന അറിവിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, സഹജരോട് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്, പരസ്പരം സ്നേഹവും ബഹുമാനവും ദയയോടും കൂടി നമ്മൾ ഒരു മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരിടമായി തീരണം വിദ്യാലയം എന്നുള്ളത് ഏറ്റവും പ്രത്യേകം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അതിലേറെ സ്വപ്നങ്ങളോട് കൂടിയാണ് ഇവരിവിടെ ആയിരിക്കുക. ഈ അറിവിന്റെ ലോകത്തിലേക്ക്
വിശാലമായ മുറ്റത്തേക്ക് അവർ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും അതിലുപരി ഏറെ പ്രതീക്ഷയോടും കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ തന്നെ പ്രവേശനോത്സവത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുക ഈ അക്ഷരമുറ്റത്ത് വിശാലമായ ഒരു പൂന്തോട്ടം പോലെ, അതിൽ പാറിപ്പറന്ന് നടക്കുന്ന കുറെ കുഞ്ഞു പൂമ്പാറ്റകൾ. എല്ലാവരും ബലൂണൊന്ന് വീശി കാണിച്ചേ, എത്ര മനോഹരമാണ് നോക്കി ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഈ സുന്ദരമായ കാഴ്ചകൾ ഇവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പ്രദേശത്തിനും നാടിനും പൂമ്പാറ്റകളായി പാറിപ്പറന്ന് നടക്കുന്ന നക്ഷത്ര ദീപങ്ങളായി മാറുവാൻ ഈ മക്കൾക്ക് സാധിക്കണം. ഈ അധ്യാപകരും ഈ വിദ്യാലയവും ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ കുട്ടി അടുക്കും ചിട്ടയോടും കൂടിയുള്ള ശ്രമത്തോടെ ഭാഗമായി വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ വിദ്യാലയവും അധ്യാപകരും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളായ നിങ്ങളും പാഠപുസ്തകവും എല്ലാം കൂടി വന്ന് അതിനെ ഒരു വലിയൊരു പാഠ്യപദ്ധതിയായി മാറ്റി നിങ്ങളൊരു വലിയ ദീപമാക്കി ഈ ലോകത്തിന്റെ വെളിച്ചമായി മാറേണ്ടതേ ഉള്ളൂ. അതിന് ഈ വിദ്യാലയം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ്. എന്തായാലും മാതാപിതാക്കളോടൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒന്നുണ്ട്. ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ സാധിച്ചു എന്നത് തന്നെ ആ മാതാപിതാക്കൾക്ക് ഏറ്റവും അഭിമാനിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അതിലേറെ അഭിമാനിക്കാം. നിങ്ങളുടെ അറിവും അതിലുപരി കഴിവുകളും വളർത്തിയെടുക്കുന്ന നല്ലൊരു വിദ്യാലയത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാലയം ഏറ്റവും ഉചിതമായി തന്നെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം നാളെയുടെ നല്ല തലമുറകളായി നല്ല വാഗ്ദാനങ്ങളായി രൂപപ്പെട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഭാവി വാഗ്ദാനങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എപ്പോഴും അതീവ ശ്രദ്ധാലുവായ ബിൻസി മാഡത്തിന്റെ ആശംസകൾക്ക് നന്ദി. Now our local manager, Reverend Sister Rosna Tom CSR, honoring Miss Nikita Vijayan, old student of NMC LPS family, for secured first rank in Bachelor of Library and Information Science. ഇന്ന് NMC LPSനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. കുഞ്ഞുമക്കള് സ്കൂളിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ദിനവും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് ഉന്നത വിജയം കൈവരിച്ച നികിതയോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ സാധിക്കുക എന്നതും വളരെ സന്തോഷമുള്ള ദിവസമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ച് NMC LPSന്റെ അഭിമാനമായി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ നികിത വിജയന് അഭിനന്ദനങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന, വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള, അധ്യാപകരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അനുസരണയുള്ള മകളായിരുന്നുവെന്ന് സിസ്റ്റേഴ്സ് പറയുകയുണ്ടായി. നികിതയുടെ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും നേടാനുള്ള ആഗ്രഹവുമാണ് ഈ ഉന്നത വിജയത്തിന്റെ പിന്നിൽ എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. സ്നേഹമുള്ള നികിതയ്ക്ക് ഈ ഉന്നത വിജയം കൈവരിച്ചതിന് NMC LPSന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Next, our school PTA President, Sri Angel, wishes everyone good luck. അധ്യയന വർഷം, പുതിയ ക്ലാസ്, പുതിയ ടീച്ചർമാർ, പുതിയ പുസ്തകങ്ങൾ, അങ്ങനെ ഒരു പുതിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരവസരത്തിലാണ് നാം ഇപ്പോൾ. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
നമ്മുടെ സ്കൂള് പഠന പാഠ്യേതര വിഷയങ്ങളിൽ നേടിയ വിജയങ്ങളെക്കുറിച്ച് ഓർത്തു പോകുന്നു. അങ്കമാലി ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വട്ടേക്കാട് സ്കൂളിനുള്ള സ്ഥാനം വളരെ മികച്ചതാണ് എന്ന് നമ്മുടെ ആനിവേഴ്സറിയുടെ അന്ന് AEO വന്നപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ അങ്ങനെയുള്ള ഒരു വിജയത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെയും അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരുടെയും അവർക്ക് പൂർണ്ണ സപ്പോർട്ടുമായിട്ട് നൽകുന്ന മാതാപിതാക്കളുടെയും എല്ലാം കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ്. അത് തുടർന്നും ഉണ്ടാകട്ടെ എന്നും അങ്ങനെ നമുക്ക് മുൻ വർഷങ്ങളിൽ ലഭിച്ച വിജയങ്ങളെക്കാൾ മികച്ച വിജയങ്ങൾ ഈ വർഷവും ഉണ്ടാകട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, അത് പഠനമായാലും മറ്റെന്ത് കാര്യങ്ങളായാലും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് അതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. Now I invite Nigina Chetti, who's achieved a great success, to say few words for this day. ഞങ്ങൾക്ക് 2007-2008 ആ ഒരു സമയത്താണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വലിയ പഠിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചി ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ ചേച്ചി നന്നായിട്ട് പാട്ട് പാടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. പിന്നെ ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ നമ്മുടെ പാരൻസ് പിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം LKG പഠിക്കണത്. അപ്പോൾ നമ്മുടെ ഡയാന ടീച്ചറൊക്കെ ആയിരുന്നു ആ സമയത്ത് തന്നെ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഡയാന ടീച്ചറാണ്. പിന്നെ ഒരുപാട് സന്തോഷം എന്നെ ഈ വേദിയിൽ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. Next felicitation by Kumari Hanna Maria Angel, student from Standard 3. എൻ്റെ നവാഗതരായ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ എൻ്റെ വിദ്യാലയത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ഈ NMC LPS എനിക്കൊരു വിദ്യാലയം എന്നതിലുപരി ഒരു കുടുംബമാണ്. അധ്യാപകർ പെറ്റമ്മയോളം സ്നേഹം നൽകുന്നവർ, കൂട്ടുകാർ സഹോദര തുല്യം സ്നേഹമുള്ളവർ. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ നേടിയെടുക്കേണ്ട പഠനശേഷികൾ പൂർണ്ണമായും ഞങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും വിധമുള്ള ബോധന രീതികൾ, പഠനത്തോടൊപ്പം ബാൻഡ് സെറ്റ്, കരാട്ടെ, ഡാൻസ് ക്ലാസ്, കലാകായിക പ്രവൃത്തി പരിചയമേളകൾ, സ്മാർട്ട് ക്ലാസസ്, ഡിജിറ്റൽ പാനൽ, ചരിത്ര മ്യൂസിയം, സ്കൂൾ പാർക്ക്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ഇങ്ങനെ വ്യത്യസ്തവും ആകർഷകവുമായ പരിപാടികളാൽ സമ്പന്നമാണിവിടം. വിജയിച്ചു വരുമ്പോൾ സമ്മാന പേരുകൾ തീർത്ത് പ്രോത്സാഹിപ്പിക്കാനും പരാജയപ്പെടുമ്പോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും ഇവയ്ക്കേ കഴിയൂ. സാൻമാർഗിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധയാണ് ഇവിടെ. ഏതായാലും ഞാൻ സംതൃപ്തയാണ്, സന്തോഷവതിയാണ്. നവാഗതരായ എൻ്റെ കൂട്ടുകാരെ, ഹാപ്പി വെൽക്കം ടു അവർ NMC LPS family to soak up our good experience. നവാഗതരുടെ രക്ഷിതാക്കളെ, don't worry about your children because you entrusted your children in safe hands. Thank you very much. തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ, നാടിൻ നന്മകൾ പാടി ഉണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ, പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ,
ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണനിരുളുകൾ നേരെവാ പോയിടാം നേരിടാം വേററിഗുണരുവി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ പാരിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാരിവാ പാരിവാ വിദ്യാലോകം നേടിടാ. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം.